Mapak, your perfect packaging partner. Tali Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chaco Golden Diamonds അങ്കമാലി. ആലുവ താലൂക്കിന്റെ ആഭിമുഖ്യത്തിൽ റെഫ്രിജറേഷൻ ദിനാചരണം നടത്തി. അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ നടന്ന ദിനാചരണം മുനിസിപ്പൽ ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. റെഫ്രിജറേഷൻ ദിനത്തോടനുബന്ധിച്ച് നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ്. നമുക്കറിയാം, റെഫ്രിജറേഷനും നമ്മുടെ നിലനിൽപ്പിന് വളരെ ആവശ്യമായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഈ മഴയ്ക്ക് തൊട്ടുമുമ്പിൽ ഭയങ്കര ചൂടായിരുന്നു. ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവരും AC ഒക്കെയാണ് ആശ്രയിക്കുന്നത്. അതോടൊപ്പം തന്നെ റെഫ്രിജറേഷൻ്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ശരീരം തണുക്കാൻ മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ധാരാളം മരുന്നുകൾ കേടാവാതെ സൂക്ഷിക്കാൻ വിമുക്തിക്ക് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉൾപ്പെടെ എല്ലാ മേഖലയിലും വിമുക്തിക്ക് വേണ്ടി റെഫ്രിജറേഷൻ വളരെ കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പഴങ്ങളും അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളെല്ലാം കേടാവാതെ സൂക്ഷിക്കാൻ അത് വലിയൊരു അളവോളം നമ്മൾ റെഫ്രിജറേഷൻ ഇപ്പോൾ നമുക്കറിയാം, കാർഷിക മേഖലയിൽ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാൻ വേണ്ടി ഫ്രീസർ യൂണിറ്റുകളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഇന്ന് തന്നെ വിറ്റഴിയേണ്ട ഒരവസ്ഥ ഉള്ളപ്പോൾ കെട്ട വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കേണ്ടി വരികയാണ്. അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി ലോകത്താകമാനം വൻകിട രാജ്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ രാജ്യം ഉൾപ്പെടെ ഫ്രീസർ യൂണിറ്റുകളെയാണ് ആശ്രയിക്കുന്നത്. വലിയ ഫ്രീസിംഗ് യൂണിറ്റുകൾ വെച്ചുകൊണ്ട് പഴങ്ങളും അതുപോലുള്ള ഉൽപ്പന്നങ്ങളെല്ലാം കേടാവാതെ സൂക്ഷിക്കുന്നു. അപ്പോൾ സീസണിൽ ധാരാളമായി കിട്ടുന്ന അത്തരം ഉൽപ്പന്നങ്ങൾ ഓഫ് സീസൺ വരെ കാത്ത് സൂക്ഷിച്ചുകൊണ്ട് ഫ്രീസർ യൂണിറ്റുകൾ അത് ഓഫ് സീസൺ വരുമ്പോൾ നല്ല വിലയ്ക്ക് വിൽക്കാൻ കഴിയില്ല. അങ്ങനെയാണ് കർഷകർക്ക് ന്യായമായ വില ലഭ്യമാക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ നാനാവിധത്തിലും ലോകം റെഫ്രിജറേഷനെ കൂടുതൽ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. അവർ നമ്മുടെ നാടിനും രാജ്യത്തിനൊട്ടാകെയും ലോകത്തിനാകെ തന്നെ നൽകുന്നത് വലിയ സംഭാവനയാണ്. അപ്പോൾ ആ സംഭാവന നൽകുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് HVACR എംപ്ലോയീസ് അസോസിയേഷൻ എന്ന പേരിൽ സംഘടന വർഷങ്ങളായി നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പരിശ്രമം ഒരളവോളം ഫലപ്രാപ്തിയിലെത്തിയിട്ടുണ്ടാവാം, പക്ഷേ അത് പൂർണ്ണതോതിൽ ഫലപ്രാപ്തിയിലെത്തുവാൻ സ്വാഭാവികമായ താമസമുണ്ടാവും. കാരണം നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും സംഘടിച്ച് ശക്തരായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാം പ്രശ്നങ്ങളുണ്ട്. എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ഒരളവോളം ഭരണകൂടമാണ്. സ്വന്തം നിലയിലും സംഘടിച്ച് പ്രശ്നങ്ങൾ കുറേ പരിഹരിക്കാം, പക്ഷേ ഭരണകൂടത്തിനെല്ലാം എല്ലാ പ്രശ്നങ്ങളും ഒപ്പം കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതുവരെ കാത്തു നിൽക്കാനുള്ളൊരു ക്ഷമ നമ്മുടെ സംഘടനയിലെ അംഗങ്ങൾ കാണിക്കും. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും നിങ്ങളെ ശബ്ദം ഉയർത്തുവാനും നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകാനും ഒപ്പം തന്നെ ചുമതലകളെക്കുറിച്ചും നിങ്ങൾ ബോധവാന്മാരാകണം. നിങ്ങളുടെ സേവനം ലഭ്യമാകേണ്ട ജനങ്ങൾ എല്ലാവരും ഒരുപോലെ സമ്പന്നരല്ല. അവർക്കും ഈ റെഫ്രിജറേഷനെ ആശ്രയിക്കേണ്ടി വരും. പക്ഷെ അവർ വലിയ പണം മുടക്കി ഇതിനേക്ക് ആശ്രയിക്കാൻ കഴിവുള്ളവരാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന സേവനങ്ങൾ വലിയൊരളവിൽ ന്യായമായ വിലയ്ക്ക് ന്യായമായ ചിലവിൽ നടത്തി കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നു. ആശുപത്രി അങ്കണത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ സന്ദീപ് ജോർജ് അധ്യക്ഷത വഹിച്ചു. ഗൂഗിളിൽ സെർച്ച് ചെയ്താലും അതേപോലെ തന്നെ വിക്കിപീഡിയയിൽ എടുത്താലും അറിയാം, ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത ജൂൺ 26 വേൾഡ് റെഫ്രിജറേഷൻ ഡേ, അതായത് ലോക ശീതീകരണ ദിനമാണെന്ന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത. കാരണം നാം തൊഴിലെടുക്കുന്ന ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി ഒരു ദിവസം ലോകം മുഴുവൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ഈ ഒരു മേഖല, നമ്മുടെ ഒരു ക്യാപ്ഷൻ തന്നെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ റെഫ്രിജറേഷൻ ദിനത്തിൻ്റെ ഒരു ക്യാപ്ഷൻ തന്നെ ജനനം മുതൽ മരണം വരെ റെഫ്രിജറേഷൻ എന്നായിരുന്നു. നമുക്കറിയാം, ഇന്നൊരു കുഞ്ഞ് ജനിച്ചു വീഴുന്നത്, ഇപ്പോൾ ഡോക്ടർക്കും അതേപോലെ മറ്റെല്ലാവർക്കും അറിയാം, ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നത് ഇന്ന് ഒരു ലേബർ റൂമിൽ, അതായത് റെഫ്രിജറേഷൻ എല്ലാ സംവിധാനങ്ങളുള്ള ഒരു ലേബർ റൂമിലേക്കാണ് നമ്മളുടെ ജനനം. അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ നാനാ മേഖലയിലും നമ്മളുടെ ഈ ഒരു ട്രേഡുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അവസാനം നമ്മുടെ ജീവിതാവസാനം നമ്മളൊരു മോർച്ചറി അല്ലെങ്കിൽ നമ്മളൊരു മൊബൈൽ ഫ്രീസറിൽ കിടക്കുമ്പോഴും അതും ശീതീകരിച്ച് വെച്ചേക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ
ജനനം മുതൽ മരണം വരെ റെഫ്രിജറേഷൻ എന്നൊരു ക്യാപ്ഷൻ തന്നെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ മേഖല നമുക്കറിയാം, എല്ലാ വർഷവും ഈ ഒരു ദിനം നമ്മൾ വളരെ സമുചിതമായിട്ട് തന്നെ ആചരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷമാണെങ്കിലും അതേപോലെ തന്നെ അതിൻ്റെ മുന്നത്തെ വർഷമാണെങ്കിലും ഓരോ ഇതേപോലുള്ള ഒരു സേവന പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഒരു ദിനം ആചരിക്കുന്നത്. കഴിഞ്ഞ കോവിഡ് സമയത്ത് നമുക്കറിയാം വളരെയധികം ബുദ്ധിമുട്ടിയ ഒരു സമയത്താണ് സർക്കാർ ഓരോ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. അതിൽ നമ്മളുടെ ഈ ഒരു ട്രേഡ് ലിസ്റ്റിൽ ഉണ്ടായില്ല. അന്നത്തെ നമ്മുടെ സംസ്ഥാന ജില്ലാ നേതാക്കളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് സർക്കാരിൻ്റെ മുന്നിലേക്ക് നമ്മൾ ഈ ഒരു മേഖലയെ കൂടി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് അവർക്കത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ആ സമയങ്ങളിൽ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ജോലിയെടുക്കാൻ സാധിച്ചത്. ഇപ്പോൾ നമ്മുടെ ചെയർമാൻ സാറ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ആശുപത്രിയിലാണെങ്കിലും ഒരു എയർ കണ്ടീഷണർ ഡെഡായി കഴിഞ്ഞാൽ നമുക്കറിയാം ഓപ്പറേഷനുകളെല്ലാം അവിടെ അവസാനിക്കും. കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ വില കൂടിയ മരുന്നുകൾ പല കാര്യങ്ങളും സൂക്ഷിച്ചിരിക്കുന്നത് ഫ്രീസറിലാണ്. അപ്പം നമ്മളുടെ സേവനം എല്ലാ മേഖലയിലും നമുക്കറിയാം. നമ്മളുടെ ഈ ഒരു ടെക്നീഷ്യൻ ഇല്ലെങ്കിൽ ഇന്ന് സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഏതൊരു സർക്കാർ ഓഫീസിൽ ചെന്നാലും ഹോസ്പിറ്റലിൽ ചെന്നാലും ഏതൊരു സംവിധാനത്തിലും നമ്മളുടെ ഒരു സേവനം ഇല്ല എങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കഴിഞ്ഞ ഒരു സീസൺ എടുത്താൽ നമുക്കറിയാം, നമ്മളുടെ ഈ ഒരു കഴിഞ്ഞ ഒരു 10 വർഷം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ടെൻഷൻ അടുപ്പിച്ച ഒരു സീസണായിരുന്നു കഴിഞ്ഞ വർഷത്തിൽ. കാരണം നമ്മളൊന്നും അനുഭവിക്കാത്ത ഒരു ഊഷ്മാവിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത്. അങ്കമാലി മുനിസിപ്പൽ ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കൗൺസിലർമാരായ സാജു നെടുങ്ങാടൻ, ബാസ്റ്റിൻ ഡി പാറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. മുൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സാജുമോൻ സന്ദേശം നൽകി. താലൂക്ക് പ്രസിഡന്റ് സൈമൺ, താലൂക്ക് സെക്രട്ടറി റഹീം, യോഗത്തിൽ ജില്ലാ സെക്രട്ടറി സൈമൺ, താലൂക്ക് പ്രസിഡന്റ് റഹീം, താലൂക്ക് സെക്രട്ടറി സജീഷ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു.